ഈ ഫ്രണ്ട്സ് തമ്മിൽ തെറി വിളിക്കില്ല, ഇപ്പോഴത്തെ ട്രെൻഡ് അതാണല്ലോ. ഇപ്പം ജെൻസി തലമുറ. അപ്പൊ ഈ ജെൻസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളൊരു കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ട് ഫോം ചെയ്യുക. നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് മനസ്സിലായി. ഇത്രയേ ഉള്ളൂ മീനിങ് അതിന്. ടെറിട്ടോറിയൽ ഫീലിംഗ് എന്ന് പറയുന്നത് ആനിമൽസിനുള്ളൊരു സ്വഭാവമാണ്, മൃഗങ്ങൾക്കുള്ളൊരു സ്വഭാവമാണ്. ലോൺലെസ്സും ബീങ് എലോൺ, ഇത് രണ്ടും രണ്ടാണ്. അതെ അതെ അല്ലേ, പറയാറില്ലേ? അതെ അതെ. അപ്പൊ നമുക്ക് ഒറ്റയ്ക്കിരിക്കുന്ന, നമുക്കിപ്പം ഒരാൾ സുഹൃത്ത് വന്നു കഴിഞ്ഞാൽ രസം, അദ്ദേഹം പോയി കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ വളരെ സുഖമായിട്ടിരിക്കാൻ പറ്റണം. ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ബസ്സിന്റെ പുറത്തുനിന്നൊരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ബസ്സിലുള്ള ആൾക്കാരെല്ലാം കൂടെ ഒരു ടീമാവും. അത് നമ്മളുടെ ആനിമൽ നേച്ചറിന്റെ പ്രത്യേകത. ആ ഒരു ഈ അപ്പൊ ഇദ്ദേഹം ഇതിന്റെ ഈ സ്ത്രീയിൽ പെണ്ണിനെ തേടുക, തന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പെണ്ണിനെ തേടുന്നു. ജോലിയാണ് പുള്ളി മാരേജ് ചെയ്തത്. പിന്നെ എങ്ങനെയാ പെണ്ണിനെ കാണാൻ പറ്റുക? ഈ സന്തോഷം തേടുന്നവര് ഈ വിഷാദം ഇങ്ങനെ പിന്തുടരുന്നു. അതെ, എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് 28 ദിവസം കൊണ്ട് വളർച്ച പൂർത്തിയാക്കുന്ന കോഴി. അപ്പോൾ ആ കോഴിയുടെ മാംസത്തിൻ്റെ സ്വഭാവം നമ്മളുടെ കോശങ്ങളെയും സ്വാധീനിക്കും. അപ്പം ലിവറിന് ഉള്ള പ്രോബ്ലംസ് ഉണ്ടാവും, ക്യാൻസറിൻ്റെ എണ്ണം കൂടും, പ്രഷറിൻ്റെ ഇത് കൂടും, ബ്ലോക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് പിന്നെ ഇറച്ചി തിന്നാൻ കൊതിയുണ്ടോ? ആ കൊതിയെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. യെസ് ഓർ നോ? ഈ കല്യാണം കഴിക്കുന്നത് 2 ജോലികൾ തമ്മിലാണ് കഴിക്കുന്നത്, അല്ലേ? അപ്പോൾ ഒരു സർക്കാർ ഓഫീസിൽ ജോലി കിട്ടുന്നു. ജോലി കിട്ടുന്ന സമയത്ത് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ വേറൊരു യുവതിയുണ്ട്, അല്ലെങ്കിൽ യുവാവുണ്ട്. അപ്പം മുതിർന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊരു പ്രപ്പോസലൊക്കെ വയ്ക്കുന്നു. നോക്കുമ്പോൾ ജോലിയൊക്കെ ഉണ്ട്. ആദ്യമേ ജോലി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അന്വേഷിക്കുന്നത്. വിശേഷിച്ചും ആണുങ്ങളെ സംബന്ധിച്ചിട്ട് ഈ 70കളിലും 80കളിലൊക്കെ ജോലി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കും. അപ്പോൾ ജോലിയുള്ള പെണ്ണെ കിട്ടിയാൽ സാമ്പത്തികമായ ഭദ്രതയായപ്പോൾ സൂഹിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കല്യാണമൊക്കെ കഴിയും, ജോലി ഉണ്ടാവും, സാമ്പത്തികം ഉണ്ടാവും, പക്ഷെ ജീവിക്കുന്നത് ഈ ആണും പെണ്ണും തമ്മിലാണ് ജീവിക്കുന്നത്. അപ്പം ഈ ജോലി അപ്പം ഇദ്ദേഹം ഇതിൻ്റെ ഈ സ്ത്രീയിൽ പെണ്ണിനെ തേടുക, തൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പെണ്ണിനെ തേടുന്നു. ജോലിയാണ് പുള്ളി മാരേജ് ചെയ്തിരിക്കുന്നത്. പിന്നെ എങ്ങനെയാ പെണ്ണിനെ കാണാൻ പറ്റുക? അപ്പം അവിടെ വീണ്ടും മനസ്സിനെ കൊണ്ട് ഇഷ്ടപ്പെടുത്തുക നോക്കുന്നു. ആ ജോലിയൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിന്തിച്ചു പോകുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഇഷ്ടം വരുന്നില്ല, ദേഷ്യങ്ങൾ വരുന്നു. ഇയാൾ ഉദ്ദേശിച്ച ഒരു സ്ത്രീ അല്ല അതെൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് മനസ്സിലാക്കുന്നു. അതല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച ഒരുത്തനല്ല എൻ്റെ ഭർത്താവായി വരുന്നതെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ഇതിനകത്തെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ജനറേഷനിലൊക്കെ ഈ ഭാര്യാഭർത്താക്കന്മാരെയൊക്കെ യോജിപ്പിച്ച് നിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ഈ ഹൗസിംഗ് ലോണാണ്. ഒരു ലോൺ എടുത്ത് അടച്ചു തീർക്കണമല്ലോ. അപ്പോൾ കിടക്കാനുള്ള വീട് ടൗണിൽ പോയിട്ട് 5 സെൻറ്റോ 6 സെൻറ്റോ സ്ഥലം വാങ്ങിക്കുന്നു, ലോൺ എടുക്കുന്നു, 2 പേരും കൂടെ അടച്ചു തീർക്കുന്നു. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് തട്ടി മുട്ടി പോകുന്നു. കുട്ടികൾ വരുന്നു. പിന്നെ കുട്ടികളെ കുറിച്ചുള്ള സ്വപ്നങ്ങളായി. അത് ഫ്യൂച്ചറിലേക്കാണ് പോകുന്നത് സാർ. പിന്നെ ആ ഫ്യൂച്ചറിൽ വെച്ച് കുട്ടികളെ കണ്ടിട്ട് തങ്ങൾ കാണുന്ന ഫ്യൂച്ചറിന് വേണ്ടി കുട്ടികളെ മുഴുവൻ അടിച്ചവരെ ഇതിലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ പാലായിൽ നമ്മുടെ എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകളുടെ പരിസരത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത്, അല്ലേ? അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ സന്തോഷം തേടിയുള്ള യാത്രകളാണ്. സന്തോഷം തേടിയുള്ള യാത്രകളെല്ലാം ആരംഭിക്കുന്നത് സന്തോഷം ഇല്ലായ്മ കൊണ്ടാണ്. ഇപ്പം സന്തോഷമുള്ളവരാരും സന്തോഷം തേടേണ്ട ആവശ്യമില്ലല്ലോ. സന്തോഷം തേടുന്ന വ്യക്തിക്ക് ഒരിക്കലും സന്തോഷിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്നും സന്തോഷം തേടിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് ചില വ്യക്തികളൊക്കെ ലാസ്റ്റിൽ മരിക്കാറാവുമ്പോൾ പറയും, ഞാൻ സംതൃപ്തനാണ്, എൻ്റെ വീട് വെച്ചു, മറ്റേത് വെച്ചു, കുറച്ച് വെച്ചു, എൻ്റെ മക്കളെ 2 ഇന്നിടത്തായി, അവർക്ക് കൊച്ചുകുട്ടികളായി, എല്ലാവരെയൊക്കെ കണ്ടു, ഞാനിനി മരിക്കാൻ തയ്യാറാണ്, എൻ്റെ ജീവിതത്തിൽ ഇത്രയൊക്കെ മതി, സംതൃപ്തനാണ്. ഇത് പറയുന്നത് പുള്ളി സ്വയം ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതും ധരിപ്പിക്കാനുള്ള ശ്രമം. അതായത് തൻ്റെ ഉള്ളിൽ തനിക്കൊരു മനുഷ്യൻ്റെ ജീവിതം കിട്ടിയിട്ട് ഇവിടെ ഈ വെറുതെ ഒരു എന്താ പറയുക, ഒരു വീടും വെച്ച് 2 കുട്ടികളെയും അവർക്ക് ജന്മം നൽകി അവരെ പഠിപ്പിച്ചു, ഇത് മാത്രമല്ലായിരുന്നു എൻ്റെ സ്കോപ്പ് എന്നുള്ളത് തിരിച്ചറിയുകയും എവിടെയൊക്കെയോ എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു എന്നുള്ള ബോധം വരികയും അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇല്ല, എൻ്റെ ജീവിതം ഭയങ്കര രസകരമായിരുന്നു, എൻ്റെ ജീവിതം വളരെ സന്തോഷകരമാണ്, എൻ്റെ എല്ലാ ജീവിതത്തിലും നേടിക്കഴിഞ്ഞു എന്നുള്ള ആ ഒരു തോന്നലിനകത്ത് ആ ചിന്തയെ താലോലിച്ച് സുഖിച്ച് ഈ ജീവിതത്തിൽ നിന്ന് ഇവിടെ പറയാനുള്ള ശ്രമം നടത്തുന്നു. അപ്പൊ ഇതിങ്ങനെ ഓരോ നിമിഷത്തിലും നമ്മുടെ ജീവിതത്തിൽ ഈ സന്തോഷം തേടുന്നവര് ഈ വിഷാദം ഇങ്ങനെ പിന്തുടരുന്നു. അതെ, എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഭയങ്കര ഇൻഡിസൈസീവാണ് മനുഷ്യർ.
എന്ത് കഴിക്കണം, എന്ത് ധരിക്കണം എന്ന് തുടങ്ങി ജീവിതത്തിന്റെ പ്രധാന കാര്യങ്ങൾ പോലും എന്ത് ചെയ്യണമെന്ന് കുറെ തവണ ആലോചിച്ചാൽ പോലും തീരുമാനം എടുക്കാത്ത മനുഷ്യരുണ്ട്. അതൊക്കെ എന്തുകൊണ്ടായിരിക്കും? അത് ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ട്. പിന്നെ ക്ലാരിറ്റി വേണമല്ലോ. ഉദാഹരണത്തിന് വളരെ സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മളിന്നിപ്പോൾ ഒരു ദിവസം കേരളത്തിൽ എത്ര കോഴിയെ കൊല്ലുന്നുണ്ടാവും? എത്ര ലക്ഷം? ഒരു 10 ലക്ഷം കോഴി കൂട്ടുക. ഈ 10 ലക്ഷം കോഴികൾ മലയാളികളുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഈ 10 ലക്ഷം കോഴികൾ മലയാളികളുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് അതിനകത്തുള്ള ഹോർമോൺ, അല്ലേ, 28 ദിവസം കൊണ്ട് വളർച്ച പൂർത്തിയാക്കുന്ന കോഴി. അപ്പോൾ ആ കോഴിയുടെ മാംസത്തിൻ്റെ സ്വഭാവം നമ്മളുടെ കോശങ്ങളെയും സ്വാധീനിക്കും. ഹോർമോണൽ ഇംബാലൻസ് നമ്പർ 1. പിന്നെ ആൻറ്റിബയോട്ടിക്സ് അങ്ങനെയുള്ള സംഗതികൾ കുറേ ഉണ്ടാവും. അങ്ങനെയുള്ള സംഗതികളും കയറും. ഇതെല്ലാം കയറുമ്പോഴത്തേക്ക് ഒരു 10 വർഷം അടുപ്പിച്ച് ഈ ഒരു ശീലം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊരു വലിയ മാർക്കറ്റാണ്, എന്തെല്ലാം രോഗങ്ങളായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് ഈ കേരളത്തിലേക്ക് ഈ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ മുക്കിനുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഈ മാർക്കറ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഒരു ഡയബറ്റീസിന് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മറ്റു പല രോഗങ്ങൾ വരും. കാര്യം ഇതെല്ലാം ലിവറാണല്ലോ പ്രോസസ്സ് ചെയ്യേണ്ടത്. അപ്പം ലിവറിന് ഉള്ള പ്രോബ്ലംസ് ഉണ്ടാവും, ക്യാൻസറിൻ്റെ എണ്ണം കൂടും, പ്രഷറിൻ്റെ ഇത് കൂടും, ബ്ലോക്ക് ഉണ്ടാകും, പിന്നെ അങ്ങനെ അനുബന്ധ രോഗങ്ങളുടെ ഒരു സംഗതിയായിട്ട് അങ്ങ് വരും. അപ്പോൾ ഒരു വ്യക്തി തന്നെ ഒരു വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്കുള്ളൊരു മാർക്കറ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഈ ടേസ്റ്റ് എന്നുള്ള ഒറ്റ സംഗതിയിലാണ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിൻ്റെ മാർക്കറ്റിനെ നാം ഡെവലപ്പ് ചെയ്യുന്നത്. അവിടെ തുടക്കം അവിടെയാണ്. മറിച്ച് നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് എന്താണ് ആവശ്യം, എന്താണ് അപകടം, ഈ ക്ലാരിറ്റി ഉണ്ടാവുന്ന പക്ഷം ഈ പ്രശ്നം മാറുകയാണ്. അപ്പോൾ ഡിസിഷൻ എടുക്കും. നിങ്ങൾക്ക് പിന്നെ ഇറച്ചി തിന്നാൻ കൊതിയുണ്ടോ? ആ കൊതിയെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. യെസ് ഓർ നോ. ആ കൊതിയെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് ഇറച്ചി തിന്നാൻ താല്പര്യമുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ എപ്പോഴും ചൂട് സമയത്ത് അത് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നം ഇല്ലേ, പിന്നെ സ്ഥിരമായി കഴിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം. മറിച്ച് വല്ലപ്പോഴും പോയിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ വളരെ ഇടവേളകൾക്ക് ഇടയ്ക്ക് പോയി കഴിക്കുക, ദോഷമില്ല. ആവശ്യത്തിനുള്ള ഇതായി അത് കഴിഞ്ഞിട്ട് ഹെൽത്തി ഫുഡ് നമ്മൾ ഫോളോ ചെയ്യുക, ആവശ്യത്തിന് വെള്ളം കഴിക്കുക, ബോഡിയെ നന്നായിട്ട് ഫിറ്റായിട്ട് നിർത്തുക. ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബോഡി വളരെ ഹെൽത്തി. അപ്പോൾ ഡിസിഷൻ, അപ്പോൾ അങ്ങനെ ഒരു ഡിസിഷൻ ഇത് വരുമ്പോഴത്തേക്ക് തന്നെ എല്ലാത്തിലും നമുക്ക് ക്ലാരിറ്റി വേണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ മാറും. അപ്പോൾ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ള നമ്മുടെ ആ ശേഷി വളരെ സ്ട്രോങ് ആയിട്ട് ശക്തമായിട്ട് വരും. ഇതിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിൽ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരുമ്പോൾ പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കുക, അതാണോ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്? നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഈ തല കൊണ്ടാണ് ഡിസിഷൻ എടുക്കുന്നത്. തല വേണം, പക്ഷെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഡിസിഷൻ എടുക്കുന്നത്? റിഫ്ലെക്സ് ആണ് അല്ലേ? റിഫ്ലെക്സ് നമുക്ക് തോന്നുകയാണ് ചെയ്യുന്നത്. റിഫ്ലെക്സ് തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ആ റിഫ്ലെക്സ് എങ്ങനെയാണ് വരുന്നത്? നമുക്ക് നല്ല ഡ്രൈവ് ചെയ്യുന്ന തുടക്ക സമയത്ത് നമ്മളെല്ലാവരും അങ്ങോട്ട് കയറിയിരുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു, മിറർ പിടിച്ച് വയ്ക്കുന്നു, സീറ്റ് ബെൽറ്റ് എല്ലാം ശരി സെറ്റ് ചെയ്യുന്നു, പിന്നെ നമ്മൾ ഹാൻഡ് ബ്രേക്ക് സാധുന്നു അല്ലേ, പിന്നെ പതുക്കെ കൊടുക്കുന്നു, പിന്നെ ഫസ്റ്റ് സെക്കൻഡ് ഇങ്ങനെയൊക്കെ ഇട്ട് ആലോചിച്ച് ചെയ്യും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളത് ഈ ആലോചനയൊക്കെ ഇങ്ങ് മാറും. പിന്നെ നമുക്ക് ആദ്യമൊക്കെ നല്ല വിയർക്കും ഡ്രൈവ് ചെയ്യും. AC വണ്ടിയാണെങ്കിൽ പോലും ചില കക്ഷികളൊക്കെ ഇങ്ങനെ തുടക്കത്തിൽ പഠിക്കുമ്പോൾ സമയത്ത് വിയർക്കുന്നതാണ്, ആലോചിച്ചിട്ടാണ് ചെയ്യുന്ന സംഗതി. ഇത് മറിച്ച് നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളിതിങ്ങനെ ആലോചിക്കാതെ അതിനാണ് നമ്മളിങ്ങനെ അക്വയർ ചെയ്യുക എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിലുള്ളൊരു സംഗതിയെ നമ്മൾ ഡെവലപ്പ് ചെയ്യുക ചെയ്യുന്നത്. അല്ല ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് നമ്മൾ ആ ഡ്രൈവിംഗ് മാസ്റ്ററുടെ ഒരു ടെക്നിക്കിനെ നമ്മൾ ബൈ ചെയ്യുകയല്ല ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ഒരു ഫാക്കൽറ്റിയെ നമ്മൾ ഡെവലപ്പ് ചെയ്യുക ചെയ്യുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ഉള്ളിലുള്ള ഈ ഓരോരോ ഫാക്കൽറ്റിയെ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ക്വാളിറ്റീസ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഈ പറഞ്ഞതുപോലെ ഈ ഒരു അറിവിൽ തന്നെ നമുക്ക് നമ്മളുടെ ഈ ഡിസിഷൻ മേക്കിംഗ് എങ്ങനെ ക്ലാരിറ്റി വേണം, എല്ലാത്തിലും ഒരു ക്ലാരിറ്റി വരണം. വിശേഷിച്ച് ഇന്ന് നമ്മളുടെ ടെക്നോളജിക്കൽ വേൾഡ്, ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുന്ന സമയത്ത്
ഡിജിറ്റൽ ടെക്നോളജി എന്ന് പറയുന്നത് ക്ലാരിറ്റിയുടെ ലാസ്റ്റ് വേർഡാണ്. ഇപ്പോൾ മേഘ 826.gmail.com മേഘയുടെ ഒരു ഇമെയിൽ ഐ ഡി ആണെന്ന് വിചാരിക്കുക. അതിനകത്ത് ഡോട്ട് പോയി കഴിഞ്ഞാൽ മെയിൽ തുറക്കുമോ? ഇല്ല. അത്രയ്ക്ക് സൂക്ഷ്മതയാണ്. മാത്രമല്ല ഇപ്പോൾ പിന്നെ മേഘ ഒരു സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് രണ്ട് സാധനങ്ങൾ ഒന്ന് നോക്കുന്നു. ആ നോക്കുന്ന സമയത്ത് പിന്നെ കയറി വരുന്ന സംഗതികൾ മുഴുവൻ അതിന് സമാനമായിട്ടുള്ള ഇതായിരിക്കും. അപ്പോൾ അൽഗോരിതം അത്ര സൂക്ഷ്മമായിട്ട് മേഘയുടെ സ്വഭാവത്തിൻ്റെ ഇത് നിങ്ങളുടെ ആ ഒരു മനസ്സിൻ്റെ ആ ഒരു ടെൻഡൻസി തൽക്കാലത്തേക്ക് റീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത്ര സൂക്ഷ്മമാണ് ടെക്നോളജി. ഇത്രയും സൂക്ഷ്മമായ ടെക്നോളജി നമുക്ക് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മളുടെ സൂക്ഷ്മത നിൽക്കണം. നമ്മൾ മാസ്റ്റർ ആയല്ലേ പറ്റത്തുള്ളൂ. നമ്മൾ ഒരു ആയുധം ഉപയോഗിക്കുമ്പോൾ നമ്മളതിൻ്റെ മാസ്റ്റർ ആയിരിക്കണം. അതല്ലെങ്കിൽ ആയുധത്തെ മാസ്റ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് റോൾ എന്താവില്ല, നമ്മളുടെ പണി കഴിഞ്ഞില്ലേ. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഈ ഒരു സൂക്ഷ്മമായ ഒരു തലത്തിൽ നമ്മളിങ്ങനെ ഓരോന്നിനെയും പഠിക്കുമ്പോഴാണ് ക്ലാരിറ്റി വരുന്നത്. ആ ക്ലാരിറ്റി നമ്മുടെ ലൈഫിൽ അത്രയല്ലേ ഉള്ളൂ, കൺഫ്യൂഷൻ ആൻഡ് ക്ലാരിറ്റി. ഇപ്പം നിങ്ങൾ ഇപ്പോൾ മേഘ എന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് മേഘയ്ക്ക് ദേഷ്യം വരുന്നു, എന്നെ എന്തെങ്കിലും ചിലപ്പോൾ മോശമായിട്ട് സംസാരിക്കുന്നു. അപ്പം എന്തുകൊണ്ടാണ് മേഘ അങ്ങനെ സംസാരിച്ചതെന്ന് എനിക്ക് ക്ലാരിറ്റി വരികയാണെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ഹെൽപ്പ് യു. മാത്രമല്ല എനിക്കൊന്നും തോന്നത്തില്ല. കാര്യം മേഘ എന്നെ മോശമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയാൽ മതി, മേഘ ഈസ് ഡിഫൈനിങ് ഹെർസെൽഫ്. മേഘയെ തന്നെ നിർവചിക്കുകയാണ്, അല്ലേ? അത് എൻ്റെ ഒരു ക്ലാരിറ്റിയാണ്. അപ്പോൾ അത് എന്നെ ബാധിക്കുന്നില്ല. നിങ്ങളുടെ ഒരു സ്വഭാവം നിങ്ങൾ പ്രകടമാക്കുമ്പം അത് എന്നെ ബാധിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാനതാണെങ്കിൽ മാത്രമേ എന്നെ അത് ബാധിക്കത്തുള്ളൂ, അല്ലേ? അപ്പോൾ ഇവിടെയൊക്കെ ക്ലാരിറ്റി വരികയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഏത് സിറ്റുവേഷനും നമുക്ക് അങ്ങനെ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഡീൽ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഡിസിഷൻ എടുക്കേണ്ടത് ചിന്തിച്ചുകൊണ്ടല്ല എന്നാണ്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മളിപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്നത് പോലെ ഇത്ര ഓരോരോ കാര്യം അവിടെയാണ് നമ്മളുടെ ആ ഒരു നമ്മളുടെ സ്വഭാവത്തിൻ്റെ ഇതിലേക്ക് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതിനാണ് കൾച്ചർ എന്ന് പറയുന്നത്. നമുക്ക് മെക്കാനിക്കലായിട്ട് നമുക്ക് വരണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഞാൻ എൻ്റെ ഭാര്യയും മോളും ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെയും ഞാൻ പിടിക്കുന്നത് അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുന്നത് രണ്ട് വികാരങ്ങളിലായിരിക്കും, അല്ലേ? അത് നാച്ചുറലി വരുന്നതാണ്, മെക്കാനിക്കലായിട്ട് തന്നെ വരുന്നതാണ് സാധനം. പ്രത്യേകിച്ച് നമ്മൾ ഇതെൻ്റെ മകളാണ്, അപ്പോൾ എനിക്ക് ഇന്ന ഇമോഷൻസേ പാടുള്ളൂ എന്നല്ലല്ലോ ചെയ്യുന്നത്. അപ്പം ഇത് നമ്മളുടെ ഒരു സംസ്കാരമായിട്ട് വരണം. സംസ്കാരം നമ്മുടെ ഉള്ളിലേക്ക് അത് ഇഴുകി ചേരുക സാധനം. അതിനെ ഡെവലപ്പ് ചെയ്യണം. അതിനെ ഡെവലപ്പ് ചെയ്യാനായിട്ടാണ് നമ്മൾ ബുദ്ധി ഉപയോഗിക്കേണ്ടത്. അതിന് നമുക്ക് വായന വേണം, ചിന്തകൾ വേണം, മനനം ചെയ്യുന്നത് വേണം, ഒബ്സർവേഷൻ. ഏറ്റവും പ്രധാനം ഒബ്സർവേഷനാണ്. ഇപ്പം നിങ്ങൾ രണ്ട് വ്യക്തികൾ സംസാരിക്കുമ്പം ആ വ്യക്തികൾ ഉപയോഗിക്കുന്ന വാക്കുകൾ കേട്ടാൽ പോലും അറിയാം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. ഒരാളുടെ കമ്മ്യൂണിക്കേഷനിൽ ഒരാളൊരു വാക്ക് ഉപയോഗിക്കുമ്പോൾ ആ വാക്ക് ആ വ്യക്തിയുടെ ഉള്ളിൽ തെളിഞ്ഞ ഒരു ചിത്രത്തിനെ ശബ്ദത്തിൻ്റെ രൂപത്തിൽ എന്നിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഫ്രണ്ട്സ് തമ്മിൽ തെറി വിളിക്കുന്നതോ? ഏതാണ് ഈ ഫ്രണ്ട്സ് തമ്മിൽ തെറി വിളിക്കില്ല, ഇപ്പോഴത്തെ ട്രെൻഡ് അതാണല്ലോ. അത് ഇതാണ് പ്രശ്നം. അപ്പം നിങ്ങളുടെ ഒരു ധാരണയാണ്, നിങ്ങൾ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇപ്പം ജെൻസി തലമുറ. അപ്പോൾ ഈ ജെൻസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളൊരു കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ട് ഫോം ചെയ്യുക. നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അത് മനസ്സിലായി, ഇത്രയേ ഉള്ളൂ മീനിങ്, അതിന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങളിലേക്ക് തരിക. ആ മിനിമം ലെവലിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അത് കേൾക്കുന്നതുകൊണ്ടേ ഒരു കൂട്ടായ്മ ഫീൽ ചെയ്യുന്നുണ്ട്, നമ്മളെല്ലാം ഒന്നാണെന്നുള്ളൊരു ഫീൽ വരുന്നുണ്ട്. അതാണ് കോൺസ്റ്റിറ്റ്യുവൻസി ഫീലിംഗ്. അതിനെ നമ്മൾ ഈ ടെറിട്ടോറിയൽ ഫീലിംഗ് എന്നാണ് പറയുക. ടെറിട്ടോറിയൽ ഫീലിംഗ് എന്ന് പറയുന്നത് ആനിമൽസിനുള്ളൊരു സ്വഭാവമാണ്, മൃഗങ്ങൾക്കുള്ളൊരു സ്വഭാവമാണ്. ഇപ്പോൾ ഉദാഹരണം, നമ്മളുടെ വീട്ടിലൊരു നായ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ, മതിൽക്കെട്ട് ഉണ്ടെങ്കിൽ, ആ മതിൽക്കെട്ടിൻ്റെ പുറത്ത് ഒരു കാക്ക വന്നിരുന്നാൽ ആ നായ കുരയ്ക്കും, അല്ലേ? ഇപ്പം ഇപ്പോൾ ദാവൂദ് ഇബ്രാഹിമിൻ്റെ വീട്ടിലൊരു നായയാണെന്ന് വിചാരിക്കുക. ആ വീട്ടിലേക്ക് കയറി വരുന്നത് ഗാന്ധിജി ആയിരിക്കും, നായ കുരയ്ക്കും, അകത്ത് കയറി ചിലപ്പോൾ കടിക്കുകയും ചെയ്യും, അല്ലേ? അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഈ മൃഗങ്ങൾക്ക് ടെറിട്ടറി ഉണ്ട് അവർക്ക്.
നമ്മൾ വനത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോ മൃഗങ്ങൾക്കും ടെറിട്ടറികളുണ്ട്. ആ ടെറിട്ടറിക്കകത്ത് അവരുടെ കൂട്ടായ്മ, അവരുടെ ആ ഹെർഡാണ് അവരുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവർ കൂട്ടമായിട്ട് നടക്കുന്നത്, ഇത് സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പം കൂടുതൽ പേര് അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ രക്ഷ ഉറപ്പ് എന്നുള്ളത് ഇൻസെക്യൂരിറ്റി ഫീലിംഗിൽ നിന്നാണ്, മനുഷ്യനിടയിൽ ഇൻസെക്യൂരിറ്റി ഫീലിംഗിൽ നിന്നാണ് ഈ ഒരു ഫീലിംഗ് വരുന്നത്. അപ്പോൾ ഒരുപാട് എല്ലാവരുടെ ഒപ്പം നടക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുമായി വലയം ചെയ്ത് നടക്കുന്ന വ്യക്തികൾക്കെല്ലാം ഈ ഫീലിംഗ് ഉണ്ടാവുമോ? ചെറിയ രീതിയിൽ ഉണ്ടാവാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് പിന്നെ ലോൺലെസ്സും ബീങ് എലോൺ, ഇത് രണ്ടും രണ്ടാണ്. അതെ അതെ അല്ലേ, പറയാറില്ലേ? അതെ അതെ. അപ്പം നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്ന, നമുക്കിപ്പം ഒരാൾ സുഹൃത്ത് വന്നു കഴിഞ്ഞാൽ രസം, അദ്ദേഹം പോയി കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ വളരെ സുഖമായിട്ടിരിക്കാൻ പറ്റണം, അല്ലേ? അപ്പോൾ ഇരിക്കുന്ന സമയത്ത് ചില വ്യക്തികൾക്ക് ഈ പറഞ്ഞതുപോലെ കുറച്ചധികം നേരം ഈ സുഹൃത്തുക്കളുടെ ചിലവഴിക്കുമ്പോൾ തന്നെ ബോറടിക്കും, ബാറ്ററി ഓഫായി ഇല്ലേ? അപ്പം അത് അവരൊറ്റയ്ക്ക് അവരുടെ ലോകത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം എന്ന് പറഞ്ഞതുപോലെ ഇത് ഈ കോൺസ്റ്റിറ്റ്യുവൻസി, അതായത് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് ഇൻസെക്യൂരിറ്റി ഫീലിംഗിൽ നിന്നാണ് ഗ്രൂപ്പ് ഉണ്ടാകുന്നത്. കാര്യം എൻ്റെ കൂടെ ഇന്നാരൊക്കെ ഉണ്ട് എന്നൊരു തോന്നൽ, ഞാൻ ഒറ്റയ്ക്കല്ല. അപ്പം ആ ഗ്രൂപ്പിൻ്റെ എല്ലാവരുടെയും കൂടെ ചേർന്നിട്ടുള്ള ശക്തി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഇതുകൊണ്ടാണ് ഈ മൃഗങ്ങൾ ടെറിട്ടോറിയൽ കോൺഷ്യസ്നെസ്സിനകത്ത് ജീവിക്കുന്നത്. അവരുടെ ഒരു കൂട്ടായ്മയാണ്. നമ്മളിപ്പോൾ ഈ അനിമൽ പ്ലാനറ്റൊക്കെ നോക്കിയിരുന്നാലും ഡിസ്കവറി ചാനലൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റുമത്. അപ്പോൾ ഈ അത് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് കോൺഫ്ലിക്റ്റ് വരുന്നത് മറ്റു മൃഗങ്ങൾ വരുമ്പോഴത്തേക്ക്, അല്ലേ? അപ്പോൾ ഈ മനുഷ്യനിലും നമ്മുടെ ഉള്ളിലൊരു ആനിമലില്ലേ, ആ ആനിമലിൻ്റെ ടെൻഡൻസിയാണ് ഈ പറഞ്ഞതുപോലെ ഗ്രൂപ്പിസം ഉണ്ടാക്കാനും. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നു, ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ബസ്സിന്റെ പുറത്തു നിന്നൊരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ബസ്സിലുള്ള ആൾക്കാരെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, അത് നമ്മളുടെ ആനിമൽ നേച്ചറിന്റെ പ്രത്യേകത. ആ ഒരു അനിമൽ കോൺഷ്യസ്നെസ്സിൽ ഉണ്ടാവുന്ന, ആ ഒരു ടെറിട്ടോറിയൽ കോൺഷ്യസ്നെസ്സിൽ ഉണ്ടാവുന്ന ഒരു പ്രത്യേകതയാണ് സാധനം. അതെല്ലായിടത്തും ഉണ്ടാവും.